നമസ്കാരം. കഴിഞ്ഞുപോയ ഒരു 150 വർഷത്തിനിടയിൽ ശാസ്ത്രം കൈവരിച്ച ഏറ്റവും വലിയ പുരോഗതി അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് ശാസ്ത്രം നൽകിയ ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിസ്സംശയം ഇങ്ങനെ പറയും. അത് ദൈവവിശ്വാസത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രപഞ്ച ദർശനം സാധ്യമാക്കി എന്നുള്ളതാണ്. ഇന്ന് ശാസ്ത്രത്തിന് അത്തരത്തിലൊരു ആത്മവിശ്വാസമുണ്ട്. ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ പ്രപഞ്ചത്തെ പറ്റിയും പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയും വിശദീകരിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ദൈവത്തിനുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇങ്ങനെ പറയാം, ദൈവം ഒളിച്ചിരുന്ന വിടവുകളെ ശാസ്ത്രം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ദൈവത്തിന് പടിയിറങ്ങിപ്പോയേ പറ്റൂ. അത് പടിയിറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആധുനിക ലോകത്തിൽ, യുക്തിയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും ഈ ലോകത്തിൽ ദൈവവിശ്വാസം, പ്രത്യേകിച്ച് മതവിശ്വാസം യുക്തിരഹിതമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ പലപ്പോഴും പല മതവിശ്വാസികളും അവസാനമായി എടുത്തുപയറ്റുന്ന ഒരു തന്ത്രമാണ് ഐൻസ്റ്റൈൻ്റെ ദൈവം എന്നുള്ളത്. നിങ്ങളിൽ പലരും ഇത് ചിലപ്പോൾ കേട്ടിരിക്കും. എന്താണ് ഐൻസ്റ്റൈൻ്റെ ദൈവം? ഐൻസ്റ്റൈൻ്റെ ദൈവം ഉത്ഭവിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളൊരു മതവിശ്വാസിയുടെ അടുത്ത് അയാളുടെ മതവിശ്വാസത്തിൻ്റെ യുക്തിരാഹിത്യത്തെപ്പറ്റി സംസാരിച്ച് അയാളെ ബോധ്യപ്പെടുത്താനായി ശ്രമിക്കുന്നു. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണോ? അപ്പോൾ നമ്മൾ പറയുന്നു, അതെ, ശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ്, ഒരു ശാസ്ത്രപ്രചാരകനാണ്. അപ്പോൾ അയാൾ പറയുന്നു, നിങ്ങളെക്കാൾ വലിയ ശാസ്ത്രപ്രചാരകനും ശാസ്ത്രപ്രതിഭയുമായിരുന്നല്ലോ ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഐൻസ്റ്റൈൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താണ് ദൈവത്തിൽ വിശ്വസിച്ചാലുള്ള കുഴപ്പം എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ നമ്മളെ പരിഹസിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളെക്കാളും വലിയ ശാസ്ത്രപ്രതിഭയായിരുന്ന ഐൻസ്റ്റൈന് ദൈവത്തിൽ വിശ്വസിക്കാമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഐൻസ്റ്റൈനെ തിരുത്താൻ മാത്രം പ്രഗത്ഭനാണ് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ പരിഹസിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പവും ഒരു സാധാരണ വിശ്വാസിയുടെ ദൈവസങ്കല്പവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത് ഇസ്ലാമികമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. കാരണം എൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള വാദങ്ങൾ കൂടുതലായും ഉയർത്തിയിട്ടുള്ളത് ഇസ്ലാമിസ്റ്റുകളാണ്. പലപ്പോഴും ഇസ്ലാമിസ്റ്റുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഐൻസ്റ്റൈൻ ഒരു ദൈവവിശ്വാസിയായിരുന്നു എന്ന് താങ്കൾക്കറിയാമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ദൈവത്തെ തള്ളിക്കളയുന്നത് എന്ന്. പക്ഷേ ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ ദൈവസങ്കല്പവും ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പവും തമ്മിൽ യാതൊരു സാമ്യതയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഐൻസ്റ്റൈൻ മുന്നോട്ട് വെക്കുന്ന ഉജ്ജ്വലമായൊരു ദൈവസങ്കല്പത്തെ ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ ദൈവസങ്കല്പം വികൃതമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണത്തിന് ഇങ്ങനെ ടൈറ്റിൽ കൊടുത്തത്, ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പവും ഖുർആനിലെ ദൈവസങ്കല്പവും എന്ന്. കാരണം ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പത്തെ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ ഖുർആനിലെ ദൈവിക സങ്കല്പം അതിന് ഘടകവിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ഐൻസ്റ്റൈൻ്റെ ദൈവിക സങ്കല്പം ഖുർആനിൽ പടവുകൾ ഇറങ്ങി ഒരു താഴ്ന്ന നിലവാരത്തിലേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐൻസ്റ്റൈൻ്റെ ഉജ്ജ്വലമായ ദൈവസങ്കല്പത്തെ ഖുർആൻ വികൃതവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. അത് എത്രമാത്രം തീവ്രമാണ്, അതിൻ്റെ ആഴവും പരപ്പും എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. ഇനി ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പം എന്താണെന്ന് നോക്കാം. ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പം എന്തായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഫെയ്ത്ത് വേഴ്സസ് ഫാക്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇത് എഴുതിയിരിക്കുന്നത് പ്രശസ്തനായ അമേരിക്കൻ ഇവല്യൂഷണറി ബയോളജിസ്റ്റ് ജെറി കോയിൻ ആണ്. ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് മതവും ശാസ്ത്രവും തമ്മിലുള്ള പാരസ്പര്യമാണ്. സ്വാഭാവികമായും ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പവും ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഐൻസ്റ്റൈൻ തന്നെ പറഞ്ഞ വാചകങ്ങൾ ഈ പുസ്തകത്തിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. The most beautiful and the deepest experience a man can have is the sense of the mysterious. It is the underlying principle of religion as well as of all serious endeavor in arts and science. He who never had this experience seems to me, if not dead, then at least blind. To sense that behind anything that can be experienced, there is something that our minds cannot grasp, whose beauty and sublimity reaches us only indirectly. This is religiousness. In this sense, I am religious. To me, it suffices to wonder at these secrets and to attempt humbly to grasp with my mind a mere image of the lofty structure of all there is. എന്നാണ് തൻ്റെ ദൈവസങ്കല്പത്തെപ്പറ്റി ഐൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്? ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ നിഗൂഢതകളെപ്പറ്റിയുള്ള വിസ്മയം അല്ലെങ്കിൽ ആ ഒരു അനുഭവമാണ് എന്നാണ് ഐൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അനുഭവത്തിന് ശാസ്ത്രത്തിലും മതത്തിലും വലിയ പ്രാധാന്യമുണ്ട് എന്നും ആ ഒരു അനുഭവം ഇല്ലാത്തവർ അന്ധന്മാരെ പോലെയാണ് എന്നും ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഇതായിരുന്നു. എന്തായിരുന്നു അത്? അത് പ്രപഞ്ചത്തിലെ നിഗൂഢതകളെ പറ്റിയുള്ള വിസ്മയം, അല്ലെങ്കിൽ പഠനം, അല്ലെങ്കിൽ ആ ഒരു അനുഭവമായിരുന്നു. അതിലപ്പുറത്തേക്കുള്ള യാതൊരു ദൈവിക സങ്കല്പവും ഐൻസ്റ്റൈൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പം എങ്ങനെ ആയിരിക്കണം എന്നത് സംബന്ധിച്ചും നമുക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം. കാരണം ഐൻസ്റ്റൈൻ ജനിച്ചത് ഒരു ജൂത കുടുംബത്തിലാണ്. ജർമ്മൻ വംശജരായ ജൂതരായിരുന്നു ഐൻസ്റ്റൈൻ്റെ മാതാപിതാക്കൾ. പിന്നീട് അവർ സ്വിറ്റ്സർലൻഡിലേക്ക് താമസം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജൂതമതം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പവുമായി, അല്ലെങ്കിൽ തോറയിൽ ഉള്ള ദൈവസങ്കല്പവുമായി ഐൻസ്റ്റൈൻ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരുന്നോ എന്നൊരു സംശയം ന്യായമാണ്. അതിനുള്ള ഉത്തരവും ഈ പുസ്തകത്തിലുണ്ട്. എവിടെ നിന്നാണ് ആ ഉത്തരം വരുന്നത്? ഐൻസ്റ്റൈൻ്റെ ജീവചരിത്രത്തിൽ നിന്നാണ്. ആരാണ് ഐൻസ്റ്റൈൻ്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്നത്? ഐൻസ്റ്റൈന് ഒന്നിൽ കൂടുതൽ ജീവചരിത്രങ്ങളുണ്ട്. ഏറ്റവും സ്വീകാര്യമായ ജീവചരിത്രം എഴുതിയിരിക്കുന്നത് വാൾട്ടർ ഐസക്സൺ ആണ്. വാൾട്ടർ ഐസക്സൺ എഴുതിയ ആ വിശദമായ ജീവചരിത്രത്തിലെ ഒരു ഭാഗം ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ താമസിച്ചിരുന്ന ഹെർബർട്ട് ഗോൾഡ്സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു ജൂത പുരോഹിതൻ, ഒരു ജൂത റബ്ബി, വളരെ യാഥാസ്ഥിതികനായ ഒരു ജൂത പുരോഹിതൻ ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പത്തെ പറ്റി അറിയുന്നതിന് വേണ്ടി ഐൻസ്റ്റൈന് ഒരു ടെലഗ്രാം അയക്കുകയുണ്ടായി. ആ ടെലഗ്രാമിൽ ഒറ്റ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കൃത്യമായ ഒരു ചോദ്യം. ഡു യു ബിലീവ് ഇൻ ഗോഡ് എന്നുള്ളതാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ആ ചോദ്യം. ആ ചോദ്യത്തിന് ഐൻസ്റ്റൈൻ നൽകിയ അതിപ്രശസ്തമായ ഉത്തരം ഈ പുസ്തകത്തിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഐൻസ്റ്റൈൻ ആൻസേർഡ്, ഐ ബിലീവ് ഇൻ സ്പിനോസാസ് ഗോഡ്, ഹു റിവീൽസ് ഹിംസെൽഫ് ഇൻ ദ ലോഫുൾ ഹാർമണി ഓഫ് ഓൾ ദാറ്റ് എക്സിസ്റ്റ്സ്, ബട്ട് നോട്ട് ഇൻ എ ഗോഡ് ഹു കൺസേൺസ് ഹിംസെൽഫ് വിത്ത് ദ ഫെയ്റ്റ് ആൻഡ് ദ ഡൂയിങ്സ് ഓഫ് മാൻകൈൻഡ്. അപ്പോൾ ഐൻസ്റ്റൈൻ തൻ്റെ ദൈവസങ്കല്പമായി കൊണ്ടു നടന്നിരുന്നത് സ്പിനോസ മുന്നോട്ട് വെച്ച ദൈവസങ്കല്പമാണ്. സ്പിനോസ എന്ന് പറയുന്നത് ഒരു തത്വചിന്തകനാണ്. ഐൻസ്റ്റൈന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകൻ. അദ്ദേഹത്തിൻ്റെ ദൈവസങ്കല്പമാണ് പ്രധാനമായും നാം മുൻപ് വിവരിച്ച് കേട്ടിട്ടുള്ള ആ ദൈവസങ്കല്പം. അത് ഐൻസ്റ്റൈൻ അതുപോലെ തന്നെ കൊണ്ടു നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സ്പിനോസയുടെ ദൈവസങ്കല്പമാണ് എന്നാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. ഇനി ആ ദൈവസങ്കല്പത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അവസാന ഭാഗം നോക്കൂ. ബട്ട് നോട്ട് ഇൻ എ ഗോഡ് ഹു കൺസേൺസ് ഹിംസെൽഫ് വിത്ത് ദ ഫെയ്റ്റ് ആൻഡ് ഡൂയിങ്സ് ഓഫ് മാൻകൈൻഡ്. മനുഷ്യൻ്റെ വിധിയുമായി വിധി നിർണയങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കൈകടത്തുന്ന ഒരു ദൈവത്തിൽ തനിക്കൊരു വിശ്വാസവുമില്ല എന്നാണ് ഐൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിധി നിർണയിക്കുന്ന, മനുഷ്യൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കൈകടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവസങ്കല്പത്തെ ഒരു ദൈവസങ്കല്പമായി താൻ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഐൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പൊതുവിൽ എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പങ്ങളിൽ മനുഷ്യൻ്റെ വിധി നിർണ്ണയിക്കുന്നു എന്ന് പറയപ്പെടുന്നവയും മനുഷ്യൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കൈകടത്താൻ കഴിവുണ്ട് എന്ന് അവകാശപ്പെടുന്നവയുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദൈവസങ്കല്പവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഐൻസ്റ്റൈൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ. അപ്പോൾ സ്വാഭാവികമായും ഐൻസ്റ്റൈൻ്റെ ദൈവത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പത്തെ നിഷേധിക്കുവാൻ താങ്കൾക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ ഐൻസ്റ്റൈൻ ദൈവവിശ്വാസിയായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മതവിശ്വാസി, ഏതൊരു മതവിശ്വാസിയും, പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പവും ഇസ്ലാമിലെ ദൈവസങ്കല്പവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. അഥവാ ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പം എത്രമാത്രം ഉജ്ജ്വലമാണോ അതിനെ വികൃതവൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ദൈവസങ്കല്പം ചെയ്യുന്നത്. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇനി ഖുർആനിലെ ദൈവിക സങ്കല്പം എന്താണ് എന്ന് നോക്കാം. അതിനുവേണ്ടി ചില ഖുർആൻ വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ചില സൂറത്തുകളുടെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാനായി ശ്രമിക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് മൂന്നാമത്തെ സൂറത്തായിട്ടുള്ള ആലു ഇമ്രാൻ എന്ന് പറയുന്ന സൂറത്തിലെ 28 മുതൽ 30 വരെയുള്ള വാചകങ്ങൾ എന്താണെന്ന് നോക്കാം. വിശ്വാസികളെ വെടിഞ്ഞ് നിഷേധികളെ ആത്മമിത്രങ്ങളും രക്ഷാധികാരികളുമായി സ്വീകരിക്കുവാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവന് അള്ളാഹുവുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ ആ നിലപാട് അവരുടെ അക്രമത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടി താൽക്കാലികമായി കൈക്കൊണ്ടതാണെങ്കിൽ മാപ്പാക്കപ്പെടുന്നതാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിശ്വാസികളെ വെടിഞ്ഞ് നിഷേധികളെ ആത്മമിത്രങ്ങളും രക്ഷാധികാരികളുമായി സ്വീകരിക്കുവാൻ പാടില്ല. നിഷേധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു മതസ്ഥരെയാണ്. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഒന്നും അംഗീകരിക്കാത്ത മറ്റു മതസ്ഥരെ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ബഹുദൈവാരാധകരായ ഹിന്ദുക്കളുമൊക്കെ. അവരിൽ നിന്ന് ആത്മമിത്രങ്ങളെ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ല. ഒരു ഹിന്ദുവിനെയോ ഒരു ക്രിസ്ത്യാനിയോ ഒരു ജൂതനെയോ ഒന്നും ആത്മമിത്രമായി കണക്കാക്കുവാൻ ഒരു കാരണവശാലും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു.
മാത്രവുമല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വിശ്വാസിയും അള്ളാഹുവും തമ്മിൽ പിന്നെ യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ചോദിക്കാം, ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒക്കെ ആത്മമിത്രങ്ങളായി പരിഗണിക്കുന്നുണ്ടല്ലോ എന്ന്. അതെനിക്കറിയില്ല, അത് അവരുടെ ഗതികേട് കൊണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഖുർആൻ അവരോട് ചെയ്യാൻ പറയുന്നത് ഇതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിനൊരു ചെറിയ ഇളവ് കൂടി നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണത്? ആ നിലപാട് അവരുടെ അക്രമത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി താൽക്കാലികമായി കൈക്കൊണ്ടതാണെങ്കിൽ മാപ്പാക്കപ്പെടുന്നതാകുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വഭാവ സവിശേഷതയെപ്പറ്റി കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് തക്കിയ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇസ്ലാമിൽ താക്കിയ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. താക്കിയ എന്ന് പറയുന്നത് ഒരു തന്ത്രമാണ്. മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതസ്ഥർക്ക് ആധിപത്യമുള്ള സമൂഹങ്ങളിൽ താമസിക്കുമ്പോൾ അവരുമായി ഇടപഴകിക്കൊണ്ട് അവരുമായി ഞങ്ങൾ നല്ല ബന്ധത്തിലാണ് എന്ന് വെറുതെ കാണിക്കുക, പുറംപൂച്ച പോലെ കാണിക്കുക. എന്നിട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ തങ്ങളുടെ മതത്തിന് അധികാരം വേണമെന്നുള്ള രീതിയിൽ ചാടി വീഴുക. അതിനെയാണ് തക്കിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൽ. അപ്പോൾ തക്കിയയെ പറ്റിയാണ് അവസാനത്തെ വാചകങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണത്? അവരുടെ അക്രമത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി താൽക്കാലികമായി കൈക്കൊണ്ടതാണെങ്കിൽ മാപ്പാക്കപ്പെടുന്നതാകുന്നു. അതായത് അവരുമായി നിങ്ങൾ ആത്മബന്ധത്തിലല്ല, അവർ ആത്മമിത്രങ്ങളല്ല, പക്ഷെ നിങ്ങൾ അവരെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ആത്മമിത്രങ്ങളാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അത് പുറത്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. തക്കിയ യഥാർത്ഥത്തിലൊരു ചതിയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരു നിലവാരം നോക്കൂ, ചതിക്ക് പോലും കൂട്ടുനിൽക്കുന്നു എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സത്യത്തിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. സത്യത്തിനും ചതിക്കുമൊക്കെ കൂട്ടുനിൽക്കാം, ഞാൻ കൂട്ടുനിൽക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന്. ഇനി സ്വാഭാവികമായും നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരെങ്കിലും ഇതൊക്കെ അനുവർത്തിക്കുന്നുണ്ടോ, ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന്. ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം 2017 കോയമ്പത്തൂരിൽ വെച്ചിട്ടൊരു മതനിഷേധി കൊല്ലപ്പെടുകയുണ്ടായി. ഫാറൂഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹം. നവമാധ്യമങ്ങളിലൊക്കെ നിരീശ്വരവാദം സംബന്ധിക്കുന്ന ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ തീവ്രവാദികൾ കുത്തിക്കൊലപ്പെടുത്തുകയുണ്ടായി 2017. ആ കേസിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അദ്ദേഹത്തിൻ്റെ കൊലയാളികളിൽപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കുറേ നാൾ നിരീശ്വരവാദിയായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇതേ വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. തക്കിയാണ്, തന്ത്രമാണ്. അതായത് താങ്കൾ എൻ്റെ ആത്മമിത്രമാണ് എന്ന് വെറുതെ ഭാവിച്ചുകൊണ്ട് പാവം ഫാറൂഖിനെ ചതിയിലകപ്പെടുത്തുകയായിരുന്നു ആ വിശ്വാസി ചെയ്തത്. ഒടുവിൽ സമയവും സന്ദർഭവും ഒത്തുവന്നപ്പോൾ അയാൾ തന്നെ ഫാറൂഖിനെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇത്തരം വാചകങ്ങൾക്ക് സമൂഹത്തിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ, ആരെങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെയാണ്. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഫാറൂഖ് ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ ഇതാണ് ഖുർആനിലെ ദൈവിക സങ്കല്പത്തെ പറ്റി എനിക്ക് പറയാനുള്ളതിൽ ഒരു കാര്യം. ഇനി മറ്റു വാചകങ്ങളിലേക്ക് കടക്കാം. ഇനി രണ്ടാമത്തെ വാചകത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ വാചകവും ആലു ഇമ്രാൻ സൂറത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ്. 195-ാമത്തെ വാചകമാണ്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അതിനാൽ എനിക്ക് വേണ്ടി സ്വദേശം വെടിയുകയും എൻ്റെ മാർഗത്തിൽ സ്വഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും വധിക്കപ്പെടുകയും ചെയ്തവരാരോ അവരുടെ സകല പാപങ്ങളും ഞാൻ പുറത്തു കൊടുക്കുന്നതാകുന്നു. അവരെ കീഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഓഫറാണ്. ഇത് യഥാർത്ഥത്തിൽ ജിഹാദിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് എന്നാണ് പൊതുവിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. സ്വാഭാവികമായും ഇന്ന് ജിഹാദ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജിഹാദ് എന്ന് പറയുന്നത് ഒരു വ്യക്തി തൻ്റെ മോശം ചിന്തകൾക്കെതിരായി നടത്തുന്ന ഒരു ആത്മസംഘർഷമാണ് എന്നൊക്കെയാണ് ചില ഇസ്ലാമിക പണ്ഡിതന്മാർ ഗതികേട് കൊണ്ട് വിവരിച്ച് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. നോക്കൂ, എനിക്ക് വേണ്ടി സ്വദേശം വെടിയുക, സ്വദേശം വെടിയേണ്ടതായിട്ടുണ്ട്. മാർഗത്തിൽ സ്വഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുക, അതായത് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ മറ്റു മതസ്ഥരാണ് കുടുംബാംഗങ്ങളെങ്കിൽ അവരെ പുറത്താക്കുമല്ലോ, അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. മർദ്ദിക്കപ്പെടുക, മറ്റു മതസ്ഥരുടെ ഇടയിൽ ചെന്ന് ഇസ്ലാമിക പ്രചാരണങ്ങളൊക്കെ നടത്തുമ്പോൾ മർദ്ദിക്കപ്പെടുക സ്വാഭാവികമാണ്. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുക, അവരുടെ മേലെ ആധിപത്യത്തിന് വേണ്ടി യുദ്ധം നടത്തുക, വധിക്കപ്പെടുക, കൊല്ലപ്പെടുക ചെയ്തവരാരോ അവരുടെ സകല പാപങ്ങളും ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി മുൻപ് ചെയ്തിട്ടുള്ള പാപങ്ങൾ എന്തു തന്നെയാണെങ്കിലും എത്ര തീവ്രമാണെങ്കിലും അത് പുറത്തു കൊടുക്കുന്നതാണ്. അത് എന്ത് പാപമെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല, അത് പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പുറത്തു കൊടുക്കുക മാത്രമല്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അവരെ കീഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുന്നു.
കീഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ എന്ന് പറയുന്നത് ഖുർആനിൽ നിരന്തരമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉപമയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് സ്വർഗത്തിലെ ശീതളിമയെപ്പറ്റി സൂചിപ്പിക്കാനായിട്ട്, ജലസമൃദ്ധിയെപ്പറ്റി സൂചിപ്പിക്കാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. കാരണം ഇതെഴുതപ്പെട്ട നാടുകളിൽ ജലം അത്ര സുലഭമായിട്ടുള്ള ഒരു സംഗതിയല്ല. സ്വാഭാവികമായി തണലും ജലവുമൊക്കെ വളരെ വിശിഷ്ടമായിട്ട് കരുതിയിരുന്ന ഒരു കൂട്ടം മനുഷ്യരോടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ദൈവം. അതുകൊണ്ട് തന്നെ ഈ സ്വർഗത്തിൻ്റെ ശീതളിമ ഒരു വലിയ ഘടകമാണ്, ഒരു വലിയ ആകർഷക ഘടകമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഖുർആനിൽ. ഇത് ധാരാളം സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തനിക്ക് വേണ്ടി സ്വഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നവർക്ക് മുൻപ് ചെയ്ത എല്ലാ പാപങ്ങളും ക്ഷമിച്ചു കൊടുക്കും. മാത്രവുമല്ല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പം, അത്രയ്ക്ക് ഉന്നതമായ ഒരു ദൈവിക സങ്കല്പം എത്രമാത്രം പടവുകൾ ഇറങ്ങിയിരിക്കുന്നു താഴോട്ട്, എത്രമാത്രം വികൃതമായിരിക്കുന്നു എന്ന് നോക്കൂ. ആദ്യമേ തന്നെ ദൈവം 2 വിഭാഗം ജനങ്ങളെ സൃഷ്ടിക്കുന്നു. ഒരു വിഭാഗത്തിന് ശരിയായ ജ്ഞാനം നൽകുന്നു, മറ്റൊരു വിഭാഗത്തിനെ നിഷേധിക്കുന്നു. എന്നിട്ട് ഈ വിഭാഗത്തിൻ്റെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് മറ്റേ വിഭാഗത്തിനെതിരായി യുദ്ധം ചെയ്യാൻ പറയുന്നു. അങ്ങനെ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഭവനങ്ങളും ദേശവും ഒക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഈ മനുഷ്യരെ കൊല്ലുന്നതിന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം തരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവരുമായി യുദ്ധത്തിലേർപ്പെട്ട് നിങ്ങൾ കൊല്ലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം തരും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഖുർആനിലെ ദൈവിക സങ്കല്പത്തെപ്പറ്റി രണ്ടാമതായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നോക്കൂ, ഈ ദൈവിക സങ്കല്പം ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പത്തിൽ നിന്ന് എത്രമാത്രം താഴോട്ട് വന്നിരിക്കുന്നു എന്ന്. ഇനി ഇത് ആരെങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം പേർ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിൽ പോയി പൊട്ടിത്തെറിച്ച് മരിച്ച ഇജാസ് എന്ന് പറയുന്ന കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഇജാസ്, അദ്ദേഹം ചെയ്തത് ഇതല്ലേ. സ്വദേശം വെടിഞ്ഞു, സ്വഭാവങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, യുദ്ധം ചെയ്തു, വധിക്കപ്പെട്ടു. സ്വാഭാവികമായും അദ്ദേഹം വധിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ഈ ആഹ്വാനം കേട്ടുകൊണ്ടാണ് അദ്ദേഹം പുറപ്പെട്ടു പോയത്, സ്വഭാവനം ഉപേക്ഷിച്ച് പുറപ്പെട്ടു പോയതെന്നാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ കീഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കാം. പാവം അദ്ദേഹം അങ്ങനെ വിശ്വസിച്ചിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആഹ്വാനവും ആരെങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം പേർ പ്രാവർത്തികമാക്കുന്നുണ്ട്, ധാരാളം ഉദാഹരണങ്ങളുണ്ട് എന്ന് തന്നെയാണ് പറയാനായിട്ട്, കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം. ഇനി മൂന്നാമത്തെ വാചകത്തിലേക്ക് പോകാം. മൂന്നാമത്തെ വാചകം എന്ന് പറയുന്നത് 4ാമത്തെ സൂറത്തായ അന്നിസായിൽ 88 മുതൽ 91 വരെയുള്ള വാചകങ്ങളാണ്. ഞാനത് വായിക്കാം. അതിനാൽ ദൈവിക മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞു വരുന്നതുവരെ അവരിൽ ആരെയും മിത്രങ്ങളായി സ്വീകരിക്കാതിരിക്കുക. സ്വദേശം വെടിയാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവരെ കണ്ടയിടത്ത് വെച്ച് പിടികൂടുകയും വധിക്കുകയും ചെയ്തുകൊള്ളുക. വളരെ തീവ്രമാണ്. അതിനാൽ ദൈവിക മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞു വരുന്നതുവരെ അവരിൽ ആരെയും മിത്രങ്ങളായി സ്വീകരിക്കാതിരിക്കുക. സ്വദേശം വെടിയാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവരെ കണ്ടയിടത്ത് വെച്ച് പിടികൂടുകയും വധിക്കുകയും ചെയ്തുകൊള്ളുക. മറ്റു മതവിശ്വാസികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് സ്പഷ്ടമാണ്. അതായത് ദൈവിക മാർഗത്തിൽ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തിൽ വരുവാൻ അവർ കൂട്ടാക്കുന്നില്ലെങ്കിൽ, ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ആരുമായിക്കൊള്ളട്ടെ, മറ്റു മതവിശ്വാസികളോ കൂട്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ മിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരെ ഒരു കാരണവശാലും മിത്രങ്ങളായി സ്വീകരിക്കരുത്. മാത്രവുമല്ല, എന്താണ് ചെയ്തിരിക്കുന്നത്? സ്വദേശം വെടിയാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവരെ കണ്ടയിടത്ത് വെച്ച് പിടികൂടുകയും വധിക്കുകയും ചെയ്തു കൊള്ളുക. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കും. ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സാധിക്കുന്ന സാഹചര്യങ്ങളിൽ ചെയ്യുന്നുമുണ്ട്. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ കടുത്ത മതപീഡനത്തിനിരയായി ധാരാളം ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും സംഭവിക്കുന്നുണ്ട്, നൈജീരിയയിൽ സംഭവിക്കുന്നുണ്ട്, സോമാലിയയിൽ സംഭവിക്കുന്നുണ്ട്, ക്യാമറൂണിൽ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം എന്ന് പറയുന്നത് അവിടങ്ങളിലൊന്നും സുസ്ഥിരമായ ഭരണകൂടങ്ങളില്ല, അല്ലെങ്കിൽ ഉള്ള ഭരണകൂടങ്ങൾ ഇസ്ലാമിസ്റ്റുകളുടെ കൈകളിലാണ്. സ്വാഭാവികമായും ഈ വാചകത്തെ വളരെ കൃത്യമായി നടപ്പിലാക്കുകയാണ് അവർ ചെയ്യുന്നത്. മറ്റുള്ളവരോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പറയുന്നു. വിസമ്മതിക്കുകയാണെങ്കിൽ അവരെ ആത്മമിത്രങ്ങളായി കണക്കാക്കുന്നില്ല എന്ന് മാത്രമല്ല, കണ്ടയിടത്ത് വെച്ച് പിടികൂടുകയും വധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വാചകങ്ങളൊക്കെ ആരെങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. എന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അത് ഇസ്ലാമിസ്റ്റുകൾക്ക് സ്വാധീനമില്ലാത്ത സമൂഹമായതുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം.
ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ വളരെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവർക്ക് സോളിഡാരിറ്റി എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ആദിവാസികൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും ഒക്കെ കൈമൈ മറന്ന് പണിയെടുക്കുന്നവരാണ്. സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിക്കാർ വളരെ നല്ലവരാണ് എന്നുള്ള ഒരു ധാരണയിൽ ഇതിനെപ്പറ്റിയൊന്നും ബോധ്യമില്ലാത്ത ധാരാളം സാംസ്കാരിക നായകന്മാർ അവരുടെ വേദികളിലൊക്കെ പോയി പ്രസംഗിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇതേ ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റൊരു മുഖമുണ്ട്. എന്താണ് ആ മുഖം? അത് താലിബാനാണ്. താലിബാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പെഷാവറിനടുത്തുള്ള ഒരു മദ്രസയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന എത്രമാത്രം അപകടകരമായി വളരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് താലിബാൻ. കാരണം ലോകത്തിൽ ക്രൂരതയുടെ പര്യായമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംഘടനയാണ് താലിബാൻ. അപ്പോൾ പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി വളർന്ന് താലിബാനായി മാറി. പക്ഷെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി വളർന്ന് സോളിഡാരിറ്റി പോലെയുള്ള സംഘടനകൾ ഉണ്ടാകുന്നു. അവർ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. എന്തുകൊണ്ടാണത്? കാരണം സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. പാകിസ്ഥാനിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് സ്വാധീനമുണ്ട്. അവിടെ അവർക്ക് വാക്യങ്ങളെ യഥാർത്ഥമായ രീതിയിൽ പ്രയോഗിക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് സാധ്യമാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും മുൻപ് പറഞ്ഞ തക്കിയ പ്രയോഗിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇനി 4ാമത്തെ ഖുർആൻ വാചകത്തിലേക്ക് പോകാം. ഇത് 5ാമത്തെ സൂറത്തായ അൽ-മാഇദയിൽ നിന്ന് 33 മുതൽ 34 വരെയുള്ള വാചകങ്ങളാണ്. അത് ഞാൻ വായിക്കാം. അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും യുദ്ധം ചെയ്യുകയും ഭൂമിയിൽ അധർമ്മം വളർത്തുന്നതിനു യത്നിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ വധിക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ കൈകാലുകൾ വിപരീതമായി ഛേദിക്കപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ആകുന്നു. അപ്പോൾ എന്താണത്? അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും യുദ്ധം ചെയ്യുക. അള്ളാഹു എന്ന് പറയുന്ന ഇസ്ലാമിലെ മതസങ്കല്പത്തോട് അല്ലെങ്കിൽ അത് ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ദൂതനോട് മുഹമ്മദ് നബിയോട് യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അധർമ്മം വളർത്തുന്നതിന് യത്നിക്കുക. ഇസ്ലാമിൻ്റെ ഭാഷയിൽ എന്താണ് അധർമ്മം? ഇസ്ലാമിൻ്റെ ഭാഷയിലെ അധർമ്മം എന്ന് പറയുന്നത് ഇസ്ലാമിന് പുറത്തുള്ള എല്ലാ സംഗതികളും അധർമ്മമാണ്. കാരണം തൗഹീദ് ഏകദൈവ വിശ്വാസത്തിന് പുറത്തുള്ള സംഗതികളെല്ലാം ശിർക്കാണ്. അതാണ് ഏറ്റവും വലിയ പാപം. അതാണ് അള്ളാഹു ഒരിക്കലും ക്ഷമിക്കാത്ത പാപം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം. അപ്പോൾ സ്വാഭാവികമായും മറ്റു മതസ്ഥരെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കാത്തവർക്കുള്ള ശിക്ഷ എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വധിക്കപ്പെടണം, കൊല്ലപ്പെടണം, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടണം. ക്രൂശിക്കപ്പെടുക എന്നതുകൊണ്ട് കുരിശിൽ തറക്കുക എന്ന് തന്നെയായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം ഈ കുരിശിൽ തറക്കപ്പെടുക എന്നുള്ളത് അന്നത്തെ കാലത്ത് പൊതുവായി നിലനിന്നിട്ടുള്ള ഒരു ശിക്ഷാരീതിയാണ്. അല്ലെങ്കിൽ കൈകാലുകൾ വിപരീതമായി ഛേദിക്കപ്പെടണം. വിപരീത ദിശയിൽ നിന്ന്. ആ ക്രൂരതയുടെ ആഴം ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിപരീത ദിശയിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കപ്പെടുന്നു. ഇപ്പോൾ വലത്തെ കൈ വെട്ടുകയാണെങ്കിൽ ഇടത്തെ കാല് വെട്ടുന്നു. അതിൻ്റെ ഫലമായി ആ വ്യക്തിക്ക് ഒരിക്കലും ശരീരത്തിന് ബാലൻസ് ലഭിക്കില്ല. ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കുവാനോ അല്ലെങ്കിൽ ചലിക്കുവാനോ ഒന്നും സാധിക്കില്ല. അത്ര ക്രൂരമായിട്ട് ശിക്ഷിക്കപ്പെടണമെന്നാണ് പ്രപഞ്ചത്തിലെ സകല സമസ്ത ചരാചരങ്ങളും ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയെയും ശിക്ഷിക്കുന്ന വ്യക്തിയെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം പറയുന്നത്. ഇതാണ് ഖുർആനിലെ ദൈവത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ദൈവസങ്കല്പത്തിൽ നിന്ന് ദൈവം എത്രമാത്രം താഴോട്ടിറങ്ങിയിരിക്കുന്നു എന്ന് നോക്കൂ. ഇനി ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. പ്രാവർത്തികമാക്കുന്നുണ്ട്. ഉദാഹരണങ്ങൾ കൺമുന്നിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ സംഭവം. തീവ്രവാദികളാണ് കൈവെട്ടിയത്. അതിനൊരു ഇസ്ലാമിക സംഘടനയുമായി ബന്ധമുണ്ട്. അപ്പോൾ അവരെന്ന് കൈവെട്ടിയപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ജോസഫ് സാർ ഇങ്ങനെ പറയുകയുണ്ടായി, ജോസഫ് സാറിന് ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും തിരിച്ചു വരികയും ഒക്കെ ആയിരുന്നു. കാരണം ഇവർ മഴു ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെട്ടുകയാണ്. അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി വലത്തെ കാലിൽ വെട്ടി, അതിനുശേഷം വലത്തെ കയ്യിലും വെട്ടി. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു വ്യക്തി തിരുത്തുകയാണ്, വലത്തെ കാലിൽ വെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വെട്ടേണ്ടത് ഇടത്തെ കയ്യിലാണ് എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? അത് കൃത്യമായി ഈ വാചകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ വാചകങ്ങൾ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാനാണ് ആ മതവിശ്വാസി ശ്രമിച്ചിട്ടുള്ളത്. വിപരീതമായി കൈകാലുകൾ വിപരീതമായി ഛേദിക്കപ്പെടണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസി ഖുർആൻ കൃത്യമായി വായിച്ചിട്ടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വായിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അത്തരം ഒരു അബദ്ധം കാണിക്കുമായിരുന്നില്ല. വായിച്ചിരുന്നുവെങ്കിൽ ജോസഫ് സാറിന് ഒരു വെട്ട് കുറച്ച് കൊണ്ടാൽ മതിയായിരുന്നു എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാവർത്തികമാക്കുന്നുണ്ട്.
പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ കണ്ണിൻ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് പറയേണ്ടതായി വരും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ചിന്തിച്ച് നോക്കാം. മുൻപ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പ്രപഞ്ചത്തിലെ നിഗൂഢതകളെ പറ്റി പഠിക്കുന്നതിൻ്റെ രസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആകസ്മികതയാണ് തൻ്റെ ദൈവസങ്കല്പം എന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞതിൽ നിന്നും ഈ ദൈവത്തിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങി ചിന്തിച്ച് നോക്കൂ. ദൈവം എത്രമാത്രം താഴോട്ട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം വികൃതമാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇനി ഇതിൽ നിന്നൊക്കെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് ഈ ഐൻസ്റ്റൈൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ലേ എന്നുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കാരണം ഐൻസ്റ്റൈൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് പൊതുവിൽ സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്നൊരു ധാരണ പലർക്കും ഉണ്ട്. അത് ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി അറിയാത്തത് കൊണ്ട്, രീതിശാസ്ത്രത്തെപ്പറ്റി ധാരണയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ഐൻസ്റ്റൈൻ പറഞ്ഞതുകൊണ്ടല്ല നാം ഒരു കാര്യത്തിൽ വിശ്വസിച്ചത്. ഐൻസ്റ്റൈൻ പറഞ്ഞതുകൊണ്ടല്ല സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ വിശ്വസിക്കുന്നത്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വസ്തുനിഷ്ഠമാണ്, അത് പ്രാവർത്തികമാകുന്നുണ്ട് എന്നതുകൊണ്ടാണ്, അല്ലാതെ ഐൻസ്റ്റൈൻ പറഞ്ഞതുകൊണ്ടല്ല. കൃത്യമായ തെളിവുകളുമായി മറ്റൊരു വ്യക്തി പറഞ്ഞിരുന്നുവെങ്കിലും ശാസ്ത്രലോകം അതിൽ വിശ്വസിക്കുമായിരുന്നു. അവിടെ ഐൻസ്റ്റൈൻ അല്ല പ്രാധാന്യം, മറിച്ച് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എത്രമാത്രം വസ്തുനിഷ്ഠമാണ് എന്നുള്ളതിനാണ്. അപ്പോൾ ഐൻസ്റ്റൈൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നാലും വിശ്വസിച്ചിരുന്നില്ലെങ്കിലും ഒരു സ്വതന്ത്ര ചിന്തകനെ സംബന്ധിച്ചിടത്തോളം തെളിവുകളില്ലാത്ത പക്ഷം ദൈവത്തിൽ വിശ്വസിക്കേണ്ടതായിട്ടില്ല. ഇനി ഏതെങ്കിലും സ്വതന്ത്ര ചിന്തകൻ ഏതെങ്കിലും മതവിശ്വാസിയുമായി ഇത്തരമൊരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ മതവിശ്വാസി സ്വതന്ത്ര ചിന്തകൻ്റെ അടുത്ത് ഐൻസ്റ്റൈൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം സ്വതന്ത്ര ചിന്തകർ എന്ന നിലയിൽ. ഒന്നാമത്തെ കാര്യം, ഐൻസ്റ്റൈൻ്റെ ചിലവിലല്ല സ്വതന്ത്ര ചിന്ത മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം, ഐൻസ്റ്റൈൻ വെച്ചു പുലർത്തിയ ഉന്നതമായ ദൈവസങ്കല്പവും ഈ വിശ്വാസിയുടെ ദൈവസങ്കല്പവും തമ്മിൽ യഥാർത്ഥത്തിൽ യാതൊരു ബന്ധവുമില്ല, കടലും കടലക്കയും തമ്മിലുള്ള ബന്ധം പോലും ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മാത്രവുമല്ല, ഐൻസ്റ്റൈൻ വിശ്വസിച്ചിരുന്നത് പോലെ ഉന്നതമായ ഒരു ദൈവസങ്കല്പമാണ് ഈ വിശ്വാസി മനസ്സിൽ കൊണ്ടു നടക്കുന്നതെങ്കിൽ ആ ദൈവസങ്കല്പത്തെ അയാളുടെ മതം യഥാർത്ഥത്തിൽ വികൃതമാക്കുകയും നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനുള്ള ബാധ്യത എല്ലാ സ്വതന്ത്ര ചിന്തകർക്കും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി കാണാം. ബൈ.